പ്രപഞ്ചത്തിൽ പ്രകാശത്തിന് പോലും രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു സ്ഥലമുണ്ട്. ഇവിടെ ഭൗതികശാസ്ത്രത്തിന്റെ എല്ലാ നിയമങ്ങളും തകരുന്നു. സമയം തന്നെ വളഞ്ഞ് നിശ്ചലമാകുന്നു. ഇതാണ് ബ്ലാക്ക് ഹോൾ. പ്രപഞ്ചത്തിലെ ഏറ്റവും ഭയാനകവും ഏറ്റവും ആകർഷകവുമായ രഹസ്യം. ഒരു ബ്ലാക്ക് ഹോൾ ഒരു ദ്വാരമല്ല. ഇത് അതിഭീമമായ പിണ്ഡം അതിചെറിയ ഒരു ഇടത്തിലേക്ക് ചുരുങ്ങിയതാണ്. ഒരു ഭീമൻ നക്ഷത്രം തൻ്റെ ഇന്ധനം തീർന്ന് സ്വന്തം ഗുരുത്വാകർഷണത്തിൽ തകർന്നു വീഴുമ്പോൾ ഇത് സംഭവിക്കാം. ഭൂമിയെ ഒരു ബ്ലാക്ക് ഹോൾ ആക്കാൻ അതിനെ ഒരു മാർബിളിൻ്റെ വലുപ്പത്തിലേക്ക് ചുരുക്കണം, അതേ പിണ്ഡത്തോടെ തന്നെ. ഇത്രയും സാന്ദ്രത നമുക്ക് സങ്കല്പിക്കാൻ പോലും പ്രയാസമാണ്. ഓരോ ബ്ലാക്ക് ഹോളിനും ചുറ്റും ഒരദൃശ്യ അതിർത്തിയുണ്ട്. ഇവന്റ് ഹൊറൈസൺ എന്ന് വിളിക്കുന്നു. ഈ അതിർത്തി കടന്നാൽ ഒന്നിനും, പ്രകാശത്തിനു പോലും തിരിച്ചു വരാൻ കഴിയില്ല. ഇതാണ് മടങ്ങി വരാൻ കഴിയാത്ത പോയിന്റ്. ഈ അതിർത്തിക്കുള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്കൊരിക്കലും നേരിട്ടറിയാൻ കഴിയില്ല. കാരണം അവിടെ നിന്ന് ഒരു വിവരവും പുറത്തേക്ക് വരില്ല. ഒരു ബ്ലാക്ക് ഹോളിലേക്ക് വീണാൽ എന്ത് സംഭവിക്കും? ശാസ്ത്രജ്ഞർ ഇതിനെ സ്പെഗറ്റിഫിക്കേഷൻ എന്ന് വിളിക്കുന്നു. ബ്ലാക്ക് ഹോളിൻ്റെ ഗുരുത്വാകർഷണം നിങ്ങളുടെ ശരീരത്തിൻ്റെ അടുത്തുള്ള ഭാഗത്തെ ദൂരെയുള്ള ഭാഗത്തേക്കാൾ വളരെ ശക്തമായി വലിക്കും. ഇത് നിങ്ങളെ ഒരു നീണ്ട നൂലുപോലെ വലിച്ചു നീട്ടും. ഇവന്റ് ഹൊറൈസണിന് പുറത്തു നിന്ന് നോക്കുന്ന ഒരാൾക്ക് നിങ്ങൾ സാവധാനത്തിൽ മന്ദഗതിയിലാകുന്നതായി കാണപ്പെടും, ഒരിക്കലും അതിർത്തി കടക്കാത്തതുപോലെ. ഇത് സമയം എങ്ങനെ വളയുന്നു എന്നതിൻ്റെ ഒരു അത്ഭുതകരമായ ഫലമാണ്. ഐൻസ്റ്റീൻ്റെ ആപേക്ഷികതാ സിദ്ധാന്തം പ്രവചിച്ചത് ഗുരുത്വാകർഷണം ശക്തമാകുന്തോറും സമയം സാവധാനത്തിലാകുമെന്നാണ്. ഒരു ബ്ലാക്ക് ഹോളിനടുത്ത് ഈ പ്രഭാവം അതിൻ്റെ ഏറ്റവും തീവ്രമായ രൂപത്തിൽ പ്രകടമാകുന്നു. ഇന്റർസ്റ്റെല്ലാർ എന്ന സിനിമയിൽ കാണിച്ചതുപോലെ ഒരു ബ്ലാക്ക് ഹോളിനടുത്ത് ചെലവഴിക്കുന്ന 1 മണിക്കൂർ ദൂരെയുള്ള ഒരാൾക്ക് വർഷങ്ങളായി അനുഭവപ്പെടാം. ഇത് സയൻസ് ഫിക്ഷൻ അല്ല, ഇത് യഥാർത്ഥ ഭൗതിക ശാസ്ത്രമാണ്. ബ്ലാക്ക് ഹോൾ നിർവചനമനുസരിച്ച് അദൃശ്യമാണ്. അതിൽ നിന്ന് പ്രകാശം പുറത്തു വരില്ല. അപ്പോൾ 2019 ശാസ്ത്രജ്ഞർ ഒരു ബ്ലാക്ക് ഹോളിൻ്റെ ചിത്രം എടുത്തതെങ്ങനെ? ഉത്തരം: അവർ ബ്ലാക്ക് ഹോളിനെ അല്ല ചിത്രീകരിച്ചത്, അതിന് ചുറ്റുമുള്ള തിളങ്ങുന്ന വാതകത്തിൻ്റെ വളയത്തെയാണ്. ഇവന്റ് ഹൊറൈസൺ ടെലിസ്കോപ്പ് എന്ന പദ്ധതി ലോകമെമ്പാടുമുള്ള 8 റേഡിയോ ടെലിസ്കോപ്പുകൾ ഒരുമിച്ചുപയോഗിച്ച് ഭൂമിയോളം വലുപ്പമുള്ള ഒരു വെർച്വൽ ടെലിസ്കോപ്പ് സൃഷ്ടിച്ചു. ഇതാണ് ചരിത്രത്തിലെ ആദ്യത്തെ ബ്ലാക്ക് ഹോൾ ചിത്രം സാധ്യമാക്കിയത്. നമ്മുടെ സ്വന്തം ഗാലക്സിയായ ആകാശഗംഗയുടെ കേന്ദ്രത്തിൽ പോലും ഒരു ഭീമൻ ബ്ലാക്ക് ഹോൾ ഒളിഞ്ഞിരിക്കുന്നു. സാജിറ്റേറിയസ് എ സ്റ്റാർ എന്ന് പേരിട്ടിരിക്കുന്നത്. ഇതിൻ്റെ പിണ്ഡം നമ്മുടെ സൂര്യൻ്റെ 40 ലക്ഷം മടങ്ങിലധികമാണ്. ഭൂമി ഈ ഭീമൻ ബ്ലാക്ക് ഹോളിൽ നിന്ന് ഏകദേശം 26,000 പ്രകാശവർഷം അകലെയാണ്. അതുകൊണ്ട് നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ സൗരയൂഥം സുരക്ഷിതമായ ഒരു ദൂരത്തിൽ ഈ ബ്ലാക്ക് ഹോളിന് ചുറ്റും ഭ്രമണം ചെയ്യുന്നു. ഒരു കൗതുകകരമായ ചോദ്യം: ബ്ലാക്ക് ഹോളുകൾ എന്നേക്കുമായി നിലനിൽക്കുമോ? ശാസ്ത്രജ്ഞനായ സ്റ്റീഫൻ ഹോക്കിംഗ് ഒരു സൈദ്ധാന്തിക കണ്ടെത്തൽ നടത്തി. ബ്ലാക്ക് ഹോളുകൾ അതിസൂക്ഷ്മമായ അളവിൽ വികിരണം പുറപ്പെടുവിക്കുന്നു. ഇത് ഹോക്കിംഗ് വികിരണം എന്നറിയപ്പെടുന്നു. ഈ പ്രക്രിയ അതിശയകരമാം വിധം സാവധാനത്തിലാണ്. ഒരു സാധാരണ ബ്ലാക്ക് ഹോൾ പൂർണ്ണമായി ബാഷ്പീകരിക്കപ്പെടാൻ പ്രപഞ്ചത്തിൻ്റെ ഇപ്പോഴത്തെ പ്രായത്തേക്കാൾ ദശലക്ഷക്കണക്കിന് മടങ്ങ് കൂടുതൽ സമയം വേണ്ടിവരും. ബ്ലാക്ക് ഹോളിനുള്ളിൽ ഭൗതികശാസ്ത്രത്തിൻ്റെ എല്ലാ അറിയപ്പെടുന്ന നിയമങ്ങളും തകരുന്നു. ക്വാണ്ടം ഭൗതികശാസ്ത്രവും ആപേക്ഷികതാ സിദ്ധാന്തവും ഇവിടെ പരസ്പര വിരുദ്ധമാകുന്നു. ഇത് പരിഹരിക്കുന്നത് ഭൗതികശാസ്ത്രത്തിലെ ഏറ്റവും വലിയ അപരിഹൃത പ്രശ്നങ്ങളിലൊന്നാണ്. പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ കഥകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.